ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. അതിൻ്റെ റെസിപ്പിയാണ്. ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഇഞ്ചി, പച്ചമുളക്, ഗാർലിക്ക് ഇതെല്ലാം ഇട്ട് സവാള ഇത് ആദ്യം സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സ്പൈസസ് സാധനങ്ങൾ എല്ലാം ചേർക്കുക. നമ്മൾ ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് സ്പൈസസ് സാധനങ്ങളാണ്. ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളതിന് ഇനി നമ്മൾ ചേർക്കേണ്ട സ്പൈസസ് സാധനങ്ങളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ചേർക്കുന്നത് ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഉപ്പ് പാകത്തിന്, കുരുമുളക് പൊടി അതും പാകത്തിന് ചേർക്കുക. പെരിഞ്ജീരകപ്പൊടി അതും 1 ടീസ്പൂണ്. അത് കഴിഞ്ഞ് ഗരം മസാല പൗഡർ പാകത്തിന് ചേർക്കുക, 1/2 ടീസ്പൂണ്. ഇത് പിന്നെ ജീരകപ്പൊടിയാണ്. ഇത്രയും ചേർത്ത് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്യും. മസാല നല്ല ഫ്രൈ ആയി കഴിഞ്ഞിട്ടായിരിക്കണം ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾ ആഡ് ചെയ്യാൻ പോകും. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതാണ് വെജിറ്റബിൾ. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാകത്തിന് 1 കപ്പ് വെള്ളം ഒഴിക്കും. ഇത് ഒന്ന് നല്ലോണം ഇതിൽ ഫ്രൈ ആക്കുക. ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല മസാലയ്ക്കകത്ത് എല്ലാം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പാകത്തിന് 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വെജിറ്റബിൾ നല്ലോണം വേകണം. നല്ല രീതിയിൽ വെജിറ്റബിൾ വെന്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യുക. 20 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെജിറ്റബിളെല്ലാം നല്ല ബോയിലാകും. അത് കഴിഞ്ഞ് നമ്മൾ വെജിറ്റബിളെല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇതിൽ വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം അത് കുക്കായിക്കൊണ്ടിരിക്കുന്നു. കുക്കായി കഴിയുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യും. ഏകദേശം 20 മിനിറ്റ് എടുക്കും ഇത് കുക്കാകാൻ. കുക്കായി കഴിഞ്ഞ് പിന്നെ നമ്മളിത് നല്ലോണം കുക്കാകണം വെജിറ്റബിൾ. അത് ഈ വാട്ടർ ഇതിൻ്റെ അകത്തുള്ള എല്ലാ വെള്ളമെല്ലാം നല്ലോണം പറ്റി നല്ല ഇതായി കഴിഞ്ഞ് മാത്രമേ ഇത് അടുപ്പിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. വെജിറ്റബിൾ എല്ലാം നല്ലോണം കുക്കായിരിക്കും. ഫ്രണ്ട്സ്, ഇത് ബോയിൽ ചെയ്ത പൊട്ടറ്റയാണ്. ഇതിലേക്കാണ് നമ്മൾ ഈ വെജിറ്റബിൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. ഇത് ഈ വെജിറ്റബിൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മാഷ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഇത് മാഷ് ചെയ്തെടുത്താണ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ കട്ട്ലേറ്റിൻ്റെ മസാലയെല്ലാം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പൊട്ടറ്റോ മാഷ് ആൻഡ് വെജിറ്റബിൾ മസാലയിൽ കുക്ക് ചെയ്ത വെജിറ്റബിളാണ് ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇതിനി 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങും. 10 മിനിറ്റ് നല്ലോണം തണുത്ത് കഴിഞ്ഞ് ഇത് നമ്മൾ കട്ട്ലേറ്റിൻ്റെ റെഡി ആയിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ മസാല നമ്മളിനി ഇത് ഉണ്ടാക്കാൻ പോകുന്നത് 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഉണ്ടാക്കത്തുള്ളൂ. ഇത് നല്ല രീതിയിൽ തണുക്കണം. മസാല നല്ല രീതിയിൽ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. നമ്മൾ തിരിച്ചു വരികയാണ്. കട്ട്ലേറ്റിൻ്റെ മസാല ഏകദേശം തണുത്തിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് അതിൽ മസാലകളെല്ലാം അതിൽ ആഡ് ചെയ്തു. ഇതിൽ കുറച്ച് മല്ലിയില ഇട്ടു. പിന്നുള്ളത് ഇനി ബ്രെഡ് ക്രംസാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ബ്രെഡ് ക്രംസ് നമ്മൾ ആവശ്യത്തിന് ഇതിലിട്ട് മിക്സ് ചെയ്യുക. നമ്മളിനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നു. കട്ട്ലേറ്റിനും ഉള്ള ബോൾ പിടിക്കുകയാണ്. ഇത് ബോൾ പിടിച്ച് ആദ്യമേ എഗ്ഗിലേക്ക് ആഡ് ചെയ്യണം. ഇത് എഗ്ഗാണ്.
എഗ്ഗ് നമ്മൾ 2 എഗ്ഗാണ് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. എന്നിട്ട് ബ്രെഡ് ക്രംസ് ആണിത്. ബ്രെഡ് ക്രംസിൽ നമ്മൾ നല്ലോണം ബ്രെഡ് ക്രംസ് മുക്കുക. അത് നല്ല പിടിക്കണം നല്ല രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കുക. കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് നമ്മൾ റെഡിയാക്കുക. കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് റെഡി. ഇതാണ് കട്ട്ലേറ്റ് ഷേപ്പ്. കട്ട്ലേറ്റിൻ്റെ ഷേപ്പായി നമ്മൾ ട്രെയിലേക്ക് സെറ്റ് ചെയ്യുക. കട്ട്ലേറ്റ് ഷേപ്പ് റെഡിയായി. കട്ട്ലേറ്റ് ഇനി ട്രെയിലേക്ക് സെറ്റ് ചെയ്യുക. ഇത് നമ്മൾ 25 കട്ട്ലേറ്റിനുള്ളതാണ് നമ്മൾ മസാല ഉണ്ടാക്കിയേക്കുന്നത്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 25 കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 കിലോ പൊട്ടറ്റോ ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. 2 കിലോ പൊട്ടറ്റോ ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കട്ട്ലേറ്റ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഏകദേശം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. 3 മിനിറ്റ് 4 മിനിറ്റ് എടുക്കും. 4 മിനിറ്റിനുള്ളിൽ തന്നെ അത് കുക്കഡായി കഴിയും. നമ്മൾ ഏകദേശം അതിൻ്റെ ഫ്രൈ ആയി. കട്ട്ലേറ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളത് ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റി വെക്കുന്നു. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാണ്. ഇതൊരു സ്നാക്സ് ഐറ്റമാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണാം. കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ.